അടപ്പ് കത്തിച്ചിട്ടുണ്ട്. ചട്ടി വെച്ചു. ചട്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചട്ടിയാണ്, കുറെ കാലമായിട്ട് ഇവിടെ ഉള്ളതാണ്. ഞാനിപ്പോ പൊടിതട്ടി ഒന്ന് എടുത്തു മാത്രം. ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇതിപ്പോ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ഓയിലാണ്, ഇത്രേ ഉള്ളൂ. ഓയിൽ വേറെ ഉണ്ട്, അത് നമുക്ക് ഒഴിക്കാം. ഇതിന്റെ ആവശ്യമുള്ള സാധനം കടുക് വേണം, ഉലുവ, പിന്നെ സവാള, ഉള്ളി കുറച്ചുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ഇത്രയും സാധനം. പിന്നെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് മുളക്, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് മൂന്നും കൂടെ പേസ്റ്റ് ആക്കി വെച്ചേക്കുന്നത്, വെള്ളത്തിൽ ചാലിച്ച് വെച്ചേക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പൊ ഉലുവ മാത്രമേ ഇടുന്നുള്ളൂ, കടുക് ഇടണ്ടാന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി, ഞാൻ കടുക് ഇടുന്നില്ല. ഉലുവയിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. നമുക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇത് രണ്ടും കൂടി ഒന്ന് വഴറ്റാം. മൺചട്ടിയില് സ്റ്റീലിന്റെ ഇടാൻ പാടില്ലാത്തതാണ്, പക്ഷെ ഇവിടെ എനിക്ക് എന്താ പറയാ, സ്പൂണുകളൊക്കെ കുറവാണ്. അപ്പൊ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പച്ചമുളകും കൂടി കീറിയിടാം. വെട്ടിയിടുന്നുണ്ട് പച്ചമുളക്, രണ്ടെണ്ണം ഇടുന്നുണ്ട്. അടുത്ത പച്ചമുളകിന് അത്ര എരിവ് തോന്നിക്കണില്ല എനിക്ക്, അതുകൊണ്ടാണ് രണ്ടെണ്ണം ഇട്ടത്. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇവിടെ നെയ്മീൻ, ഐക്കൂറ അങ്ങനെ പറയുമല്ലോ, ഇവിടെ പറയുന്നത് തിങ്കിരി എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്, വിലയുണ്ട്. തിങ്കിരി മീനും ഇവിടെ വിലയുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വെച്ച് നമുക്ക് ഉള്ളി ഇടാം, ഉള്ളിയും സവാള ഇടാം. ഉപ്പുപൊടി ഇടുന്നുണ്ട്, കുറച്ച് ടേസ്റ്റ് ചേർക്കുവാണേ. ഇതെല്ലാം കൂടി വടിച്ചതിലേക്ക് ഇടാം. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. വെള്ളം കൂടി ചേർത്ത് മിക്സ് ഒന്ന് ഇതാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇതിന്റെ എണ്ണ തെളിഞ്ഞ് വരണ വരെ നമുക്കിത് മൂപ്പിച്ചെടുക്കണം. കുടംപുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. ഇതായല്ലോ, നമുക്കിനി ഇതിലോട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടംപുളിയാണ്, അതിട്ടു. പിന്നത്തെ കാര്യം, നല്ല പുളിയുണ്ട്, അതിന്റെ വെള്ളം കൂടി ഞാൻ ചേർത്തു. ഇനി നമുക്ക് വെള്ളം ചേർക്കണം ഇതിലോട്ട്. ഇവിടെ കൊടംപുള്ളിക്ക് പറയുന്നത് അസം പോളിയോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്, അസം. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്, ചാറ് പോരാ. തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്കും ഈ മീൻ ഇറക്കി ഓരോന്നതിലേക്ക് വെക്കാം. തല ഇതിന് കുറച്ച് പലഞ്ഞിയും ഒക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും ഇതിലോട്ട് വെച്ചിട്ടുണ്ട്. വേവണ വരെ വെയിറ്റ് ചെയ്യാം. ഇതാ, അപ്പോൾ നമ്മുടെ മീൻകറി റെഡിയായി. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ തിങ്കിരി മീൻ കറി അല്ലെങ്കിൽ നെയ്മീൻ കറി മുളകിട്ടത് റെഡിയായി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്. പിന്നെ കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.